കോട്ടക്കണ്ണിട്ട് നോക്കും കാക്കേ, നിന്റെ വീട്ടിൽ രണ്ട് വർത്താനം കാക്കേ. കാക്കേ, മേളിൽ രാവിലെ ആളനക്കൊന്നും കാണുന്നില്ലല്ലോടാ. രണ്ടും തമ്മിൽ തല്ലി ചത്തോ? നീല പേടിപ്പിക്കാടാ. വാ പോയി നോക്കാം. കൈ കഴിയാ മുണ്ട് താത്ത. വിദ്യാഭ്യാസത്തിന്റെ ഗുണമാ. ഒത്തൊരുമയോടുള്ള കിടപ്പ് കണ്ടോ? സയാമി സിരട്ടകൾ തോറ്റുപോകും. ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാം. ഒലക്കപ്പുറത്ത് കിടന്ന ഉരുണ്ട് വീഴും മോനെ. ഉമാർക്ക് നല്ല ഒരല. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന തെണ്ടികളാണെങ്കിൽ നമുക്ക് രണ്ടുപേരെ കൂടി താമസിപ്പിച്ചാലോ? നീ എന്തെങ്കിലും പറഞ്ഞോടാ? ഞാൻ പറഞ്ഞു. പിന്നെ ആര് പറഞ്ഞു? രാഘവ, രാഘവ, ഓ എന്താ ഇവിടെ? ഞാൻ താത്തയ്ക്ക് മേൽഭാഗം കാണിച്ചു കൊടുക്കേ. നല്ല വൃത്തികേടുള്ള ബിൽഡിങ്. അത് ഈ തേപ്പും കൂടി കഴിഞ്ഞാ ഒന്നും കൂടി വൃത്തിയാവും. ഒന്ന് മാറിയെന്നേ. ഞാൻ ഈ മുറി ഒന്ന് വാടകയ്ക്ക് കൊടുത്താലോ എന്ന് ആലോചിക്ക. അതിന് താക്കോല് കാണാൻ. അത് ചേട്ടാ, ഈ താത്താക്ക് അടിക്കടി ചുഴലി വീണം വരും. അത് വരുമ്പോ പിടിപ്പിക്കാൻ ഞാൻ എടുത്തതാ. താക്കോൽ പിടിക്കാൻ എല്ലാത്തിനും ഇടിക്കും ഞാൻ. എന്താ ഒരു ശബ്ദം? എന്റെ ഈശ്വര, ഞാനിത് എങ്ങനെ ചേട്ടനോട് പറയും? എന്നായാലും എല്ലാം അറിയേണ്ട മനുഷ്യനല്ലേ നിക്കണേ. നീ അങ്ങ് പറ മോനെ. ഞാനത് എങ്ങനെ പറയും താത്ത? പറഞ്ഞു തോളിക്കടാ. ചേട്ടാ, ഈ മുറിയിലൊരു പ്രശ്നമുണ്ട്. ചേട്ടത്തെയും സീതയും അറിയണ്ട. 2 ദിവസമേ ഞാൻ ശ്രദ്ധിക്കുക. ഒരു കാൽപരിമാറ്റത്തിന്റെ ശബ്ദം, വാതില് തുറക്കുന്നൊരു നിലവിളി. ഇന്നലെ രാത്രി 2 വൃത്തികിട്ട ചാത്തന്മാരെ ഞാൻ കണ്ടു. ഒറ്റ നോട്ടത്തിൽ മരിച്ചുപോയ നമ്മുടെ അച്ഛനാണെന്നേ തോന്നൂ. ചലങ്കയുടെ ശബ്ദം. കേട്ടു. അതുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് പ്രേതബാധ ഒഴിപ്പിച്ച ശേഷം കൊടുത്താൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. ഒരു ഹോമം വല്ലതും നടത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. രോമമല്ല താത്ത, ഹോമം. 1000 രൂപ തന്നാ ഞാൻ നടത്തിത്തരാം. 1000 രൂപ തന്നാൽ ഹോമം ഞാൻ നടത്തിത്തരാം. 1000 രൂപ തന്നാൽ നീ എന്നെ നടത്തിക്കും. ഇവൻ ആരാ മോനെന്ന് എനിക്കറിഞ്ഞൂടെ? അതെല്ലാവർക്കും അറിയാൻ പാടില്ലേ? ചെലക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ചെലങ്കയുടെ ശബ്ദം ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട്? നീ ഓവറാകരുത്. നീ ആരും മണിച്ചിട്ടാ. വാതിൽ തുറക്കാൻ. എന്തിനാ പുറത്തുനിന്ന് കുറ്റിയിട്ടത്? അകത്തെനിക്ക് കുറ്റിയിടാൻ പറ്റാത്തോണ്ടാ പുറത്തുനിന്ന് കുറ്റിയിട്ടത്. ഒരു കാര്യം ചെയ്യാം, അകത്തുള്ള കുറ്റിയെടുത്ത് പുറത്ത് വെച്ചു തരാം. അത് ഇന്ന് പുറത്ത് വെക്കണ്ട, ഇപ്പൊ തൽക്കാലം അകത്ത് കയറിയാട്ടെ. മനപ്രയാസം കാരണം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്ത് കാര്യം? എന്റെ ചേട്ടൻ ഒരു മനോരോഗിയാണ്. കുടുംബത്തിൽ പിറന്ന ഏത് ചെറുപ്പക്കാരെ കണ്ടാലും വാക്കത്തി കൊണ്ട് വെട്ടും. അതുകൊണ്ട് നിങ്ങൾ ഈ മുറിയിൽ താമസിക്കുന്ന വിവരം ഒരു കാരണവശാലും അദ്ദേഹം അറിയാൻ പാടില്ല. ഓക്കെ, അറിയില്ല. അത് ചേട്ടന്റെ മോളാ സീത. ഡിഗ്രിക്ക് പഠിക്കുക. ഇവളുടെ പ്രശ്നത്തിലാണ് വെട്ടു തുടങ്ങിയത്. എന്റെ ചേട്ടൻ 6 പേരുടെ കഴുത്താ വെട്ടിയത്. ഈ വെട്ടും വട്ടും ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ താമസം എന്ത് സുഖകരമായിരുന്നു. ശരിയാ ബാല. എന്റെ ഈശ്വര, രാഘവൻ പറഞ്ഞത് നേരാ. ഇത് ചാത്തൻ തന്നെയാ. എന്താ എന്ത് പറ്റി? ഞാനേ ഈ പറമ്പിലൊക്കെ ഓടി നടന്ന് എക്സർസൈസ് ചെയ്യായിരുന്നു. നീ വരുന്നുണ്ടാവൂടാ? അപ്പോ ഞാൻ പറഞ്ഞത് അനുസരിച്ച് തുടങ്ങിയല്ലേ? ഇനി പത്രത്തിൽ കാണാറുള്ള ആ ഗുളി കൂടി കഴിച്ചു തുടങ്ങിയാ മതി. അതേത് ഗുളിക അച്ഛാ? ഒരിക്കലും ഒരച്ഛന് മകളോട് പറയാൻ പറ്റാത്ത ഒരു ഗുളിക അമേരിക്കയിലുള്ള തെണ്ടികള് കണ്ടുപിടിച്ചു മോളെ. മാറി നിക്കടി. ഹലോ, ആരും കണ്ടില്ല. തലയ്ക്കുള്ള എക്സർസൈസാ.
എക്സർസൈസ് നല്ലതാ. തലയ്ക്കകത്തൊന്നും ഇല്ലാത്തല്ലേ? തലയ്ക്കകത്തൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് ഇത്രയും ബുദ്ധിയുണ്ട്. അപ്പൊ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പ്രായമായ പെമ്പളുള്ള വീടാ. കേൾപ്പെടാത്ത അകത്ത് പല്ല് വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്, പക്ഷെ ഇവിടെ തുപ്പാൻ പറ്റില്ലല്ലോ. അവിടെ തുപ്പായിരുന്നല്ലോ. തുപ്പാൻ, പക്ഷെ ഇവിടെ നിന്ന് തേക്കാൻ പറ്റില്ലല്ലോ. എങ്ങോട്ടാ? അല്ല, എന്നെ അത്യാവശ്യമായിട്ട് 5-6 പേര് ഇവിടെ കാണാൻ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോവാ. ഞാൻ ക്രിക്കറ്റ് പ്ലെയറാ. കപിൽ ദേവന്റെ ഫ്രണ്ടാ. ബൗളിംഗ് കാണണം. അയ്യോ, അച്ഛനെ ഏറുകൊണ്ടേ ഏറുകൊണ്ടേ. ചാത്തൻ, ചാത്തൻ, ഇത് ചാത്തൻ തന്നെയാ. എന്താ? എന്ത് പറ്റി? ചാത്തൻ, ചാത്തൻ. ചാത്തനൊന്നുമല്ല. ഈ മനുഷ്യൻ എന്താ? കാക്ക എന്തോ കൊണ്ടുവന്നിട്ടിട്ട് പോയതാ. എന്നിട്ട് അതാ ഇവിടെ. ഞാൻ തിന്നു. ഓ, കൊല്ലാൻ നടക്കണം. കീ എടുക്കാൻ മറന്നു. ഏത് കീ? എന്ത് കീ? എന്ന് മുതലായി ഈ കപിൽ ദേവായത്? അപ്പൊ അതും കണ്ടു. കുളിക്കാൻ കയറാന്ന് പറഞ്ഞിട്ട് ഞാൻ കുളിച്ചോളാം. അതെ, രാവിലെ മഞ്ജു, ഉച്ചയ്ക്ക് രാധ, വൈകുന്നേരം ഷീല, അതൊക്കെ പോരെ? ഇതിലും കൂടെ കയറി മാന്തണോ? താൻ അറിഞ്ഞ ആ കല്ല് ചെന്ന് കൊണ്ടതേ പെണ്ണിന്റെ അച്ഛന്റെ കഴുത്തിനാ. എന്റെ ഫാദർ ഇല്ലായുടെ കഴുത്തിന് കല്ല് കൊണ്ടപ്പോ എന്റെ ഹൃദയത്തിൽ കല്ല് കൊണ്ടതുപോലെ എനിക്ക് തോന്നിയത്. ഫാദർ ഇല്ല, ഫാദർ ഇല്ല, എനിക്ക് ഫാദർ ഇല്ല എന്ന് പറയായിരുന്നു. പതുക്കെ പതുക്കെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ കാലത്ത് എന്റെ ഫാദർ ഇല്ല എന്നോട് കൂടെ പറഞ്ഞു. ഇങ്ങനെ പോയാൽ താമസിയാതെ പിച്ചെടുക്കേണ്ടി വരും. ഇനി ഞാനൊരു രഹസ്യം പറയാം. ആ പെൺകുട്ടിയുമായി കഴിഞ്ഞ 3 വർഷമായി ഞാൻ അഗാധമായ പ്രണയത്തിലാണ്. അന്ന് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. അവളോട് പറയുമായിരുന്നു, ഗിരിനിരകളിൽ നിന്നും നിനക്ക് ഞാൻ സുഗന്ധം തുളുമ്പുന്ന പുഷ്പങ്ങൾ കൊണ്ടുവരും. നീല ശംഖുപുഷ്പങ്ങൾ, വയലറ്റ് ഓർക്കിഡ് പുഷ്പങ്ങൾ, പൂക്കൂട നിറയെ സ്നേഹം, ചൂരൽ കൂടെ നിറയെ ചുടുചുംബനങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ പ്രണയം അനുദിനം മൊട്ടിട്ട് പൊട്ടിവിടർന്നു. മനസ്സിലായോ? എന്ത് മനസ്സിലായി? തന്റെ പ്രേമം പൊട്ടി താൻ മുട്ടയിട്ടു. മണ്ണാങ്കട്ട കരിയില്ല. കാശിക്ക് പോയി. എപ്പോ? ഇപ്പോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയും ഇതുപോലുള്ള ദുർനടത്തം ഞാൻ കണ്ടാൽ ഡോക്ടറായി മാറിയ ബ്രോക്കർ വ്യാജന്റെ കഥ ഈ നാട് മുഴുവൻ ഞാൻ പാട്ടാക്കും. ചതിക്കല്ലേ പ്ലീസ്. ഇനി ഒരു സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാ. അതറിയാലോ. എന്നാ പോയി കുളിക്കാൻ എനിക്ക് ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. അത്രേ ഉള്ളോ? എപ്പോഴും തന്നെ വെള്ളം കുടിപ്പിക്കാൻ ഞാനുണ്ടാവും ബാല. ബാലൻ നിന്റെ കേട്ടില്ല, ഒന്നുകൂടെ പറയോ ബാല. ബാലൻ നിന്റെ അച്ഛൻ. ആരിത്? ശാന്തയോ? നീ അങ്ങോട്ട് കൊടുക്കല്ലടി വന്നേ. അതെ അതെ. അയ്യോ ശാന്തമ്മേ, എന്ത് കഷ്ടം. കളയില്ലേ കളയില്ലേ, ചാരായ നിരോധനം. ഉള്ളിയൊക്കെ ഭയങ്കര വിലയാ. എടി ശാന്ത, നീ അങ്ങോട്ട് തിന്ന് ചക്കക്കുരി പോലെ ആയില്ലടി. പോർച്ചെ പോർച്ചെ മോളടിക്കാൻ ഞങ്ങൾ വന്നല്ലോ. വേഗം 200 തന്നാട്ടെ, വേഗം 2 സ്മോൾ വന്നാട്ടെ. മോളടിക്കാൻ വന്നല്ലോ. ശാന്തേ, അവിടെ ആ മുകളിൽ പണിയില്ലാത്ത മുഴുവൻ അടക്കി കൊടുക്കും. വാടകയ്ക്ക് കൊടുക്കുന്ന രാഘവേട്ടൻ പറഞ്ഞു കേട്ടത്. ഒന്ന് മുട്ടി നോക്ക്. മുട്ടിയാൽ തുറക്കപ്പെടുമോ? കൂടുതൽ മുട്ടല്ലേ. ശാന്ത വീട് 100 എടുക്ക്. പോ. ഓക്കെ, 1000 രണ്ടുപേരുടെയും 2000. താത്താ, ഇത് ബാങ്ക് ഉദ്യോഗസ്ഥനാ ചന്ദ്രൻ. ഇത് പട്ടാമ്പി സംസ്കൃത കോളേജ് അധ്യാപകനാ. പത്രാസ്. അപ്പൊ മോന്റെ സ്ഥലം എവിടെയാ? ജനിച്ചതാം കോയമ്പത്തൂരാ, വളർന്നതാം കേരളത്തിലാ, തൃശ്ശൂരിനാ. ആഹാ, അപ്പൊ നമ്മുടെ നെഹയുടെ ആളുകളാ. അല്ല താത്ത, ഇത് സംസ്കൃത മലയാളമാണ്. ആഹാ, മോനെന്താ മറിഞ്ഞേക്കണേ? മോന്റെ സ്ഥലം എവിടെയാ? 1967 കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ ജില്ലയായ വയനാട്ടിൽ ജനിക്കേണ്ടിയിരുന്നു ഞാൻ. അച്ഛനും അമ്മയും കൂടി ചില സാങ്കേതിക കാരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് തിരുവനന്തപുരത്ത് എത്തിയതിനാൽ തിരുവനന്തപുരത്ത് പൂജപ്പുരയിലെ കൊച്ചു റൂമിൽ സുഖമായി പ്രസവിച്ചു. ഞാനല്ല, അമ്മ. സൂപ്പർ വാച്ചിൽ ഒന്നുകൊണ്ടായിരിക്കും മോനെ ഇത്ര സ്പീഡ്. ബലക്കോടാക്കി മോനെ ഒരു ചായ. 1 2 അല്ല, മൊത്തം 3 ചായ. ആർക്ക് കുടിക്കാം? എപ്പോഴും കുടിക്കാം, അങ്ങനെ കുടിക്കവേ. ഒരു ചായ. രണ്ടുപേരുടെയും സംസാര രീതി ഇതാണെങ്കിൽ മേളി ആടി ഉറപ്പ്. അതെന്താ? അതെന്താന്നോ, അടി ഉറപ്പുള്ളതാ. മേലെ 2 പേര് താമസിക്കുന്നുണ്ട്. പാവത്തുങ്ങളാ. പാവത്തുങ്ങളാണല്ലേ ഞങ്ങളോട് ഇമാതിരി പണി ചെയ്ത്.
കാട്ടിയാതിക്കാതെ എന്താ ഇത്? തട്ടി? ആരെ തട്ടി? എവിടെയും തട്ടിയില്ല. മറ. എല്ലാത്തിനും ഒരു മറ വേണം. അതിനാണ് സാറേ ഇത്. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. മനുഷ്യര് പോയിട്ട് 4 കോഴിക്കുഞ്ഞുങ്ങൾക്ക് പോലും താമസിക്കാൻ അതിനകത്ത് സ്ഥലമില്ല. ഏതായാലും ഞങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോവാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അത്ര ശരിയല്ലല്ലോ. ഞങ്ങളുടെ മനസ്സ് ഇവിടെ ഉടക്കിപ്പോയി ഈ മുറിയില്. അതുകൊണ്ട് മാത്രം ഇപ്പൊ ഇവിടുന്ന് പോകുന്നില്ല. ഇവിടുന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോ എന്റെ കരള് വിങ്ങുക. കരൾ വെക്കത്തിന് പഞ്ചലോകട്ട മവണക്കല്ലിൽ ചാലിച്ച് ആടലോടത്തിന്റെ ഇലകൾ ചേർത്തുണ്ടാക്കി നല്ല ഗുളികൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഒരു വൈദ്യനാ. ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നതിന് തലയിൽ നെല്ലിക്കാത്തളം വെച്ച് ഗുലുഗുലു ചിത്തക നെയ് സേവിക്കണമെന്ന് ചിലർ പറയും. പക്ഷെ അത് കേൾക്കേണ്ട കാര്യമല്ല. ഇതൊരു രോഗമല്ല, ഇതൊരു ശീലമാണ്. പോരെ പട മേടിച്ച് പന്തളത്തി വന്നപ്പോ പന്തളം കുളച്ച് പടാന്ന് പറഞ്ഞ പോലെ യുവമാർക്ക് എന്തോ ലക്ഷണപ്പെശകൊണ്ട്. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഈ കുഷ്മാണ്ടങ്ങൾക്ക് അടി ഉറപ്പാണ്. ഞങ്ങൾക്ക് എത്ര ഇടി കിട്ടിയാലും അതിന്റെ നേരെ ഇരട്ടി ഞങ്ങൾ അങ്ങോട്ട് ഇട്ട് തരും. മനസ്സിലായോ? എടോ പുഷ്പിള്ളേ, തന്നെ ഞങ്ങൾ ഇങ്ങനെ മൊത്തത്തില് പുള്ളി ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്റെ വിരൽ? കലക്കി ബാ. ബാലല്ലടാ പുല്ല്. സോറി, തന്റെ പേര് എപ്പോഴും തെറ്റിപ്പോകും ബാല.